ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മമ്മി ഇടയ്ക്ക് പറയും കേട്ടോ, വൈദ്യൻ്റെ അമ്മ പുഴുത്തേ ചാകത്തുള്ളെന്ന്. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് അതെന്താ മമ്മി അങ്ങനെ പറയുന്നതെന്നുള്ളത്. അപ്പോൾ അത് മെയിനായിട്ട് പറയാനുള്ള കാരണം, ഞാനിടുന്ന ഡ്രസ്സോ ഇല്ലേ മോനിടുന്ന ഡ്രസ്സോ ചെറിയൊരു എവിടെയെങ്കിലും കീറി ഇരിപ്പുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ഞാൻ തയ്ക്കാൻ മറന്നു പോകുന്നതായിരിക്കും, ഇല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടത്തില്ലായിരിക്കും. അത് ഓർക്കാതെ ആയിരിക്കും ചിലപ്പോൾ ആ ഡ്രസ്സ് എടുത്ത് അവന് കൊടുക്കുന്നു, ഇല്ലേ ഞാൻ ഇടുന്നതൊക്കെ. അപ്പം അത് കാണുമ്പോൾ പറയുന്ന ഒരു ചൊല്ലാട്ടോ അത്. കാരണം നമുക്ക് തയ്യലറിയാം, മെഷീനും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എന്നാൽ അതൊട്ട് തയ്ക്കാനുള്ള സമയം നമുക്കില്ല. കാരണം കസ്റ്റമർ നമുക്ക് തരുന്ന സാധനമായിരിക്കും നമ്മൾ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പം അവർ തയ്ച്ചു കൊടുത്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് തയ്യൽ കിട്ടത്തുള്ളൂ. അപ്പം ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന തയ്യലൊക്കെ ഞാൻ അപ്പം തന്നെ തയ്ച്ചു കൊടുക്കും. എൻ്റെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ ഇന്ന് ഞാൻ മോൻ്റെ കുറച്ച് തുണി എടുത്തേക്കും കേട്ടോ അടിക്കാനായിട്ട്. അപ്പോൾ ഇത് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് 3rd ബർത്ത്ഡേ, ഇപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു. 3 വയസ്സ് വരെയുള്ള അവന് കിട്ടിയേക്കുന്ന ഗിഫ്റ്റ് ആട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കുഞ്ഞ് വലുതാകുമ്പോൾ ഇടാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാൻ കരുതി ഇവർ വലുതാകുമ്പോൾ ഇടാമെന്നും പറഞ്ഞ്, നമ്മൾ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലീസ് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വലിയ ഡ്രസ്സ് കിട്ടിയാൽ പിന്നെ ഇടാമെന്നും പറഞ്ഞ് മാറ്റി വെക്കും. പക്ഷെ അന്ന് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിരിക്കത്തില്ല അപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ വെറുതെ വെച്ചിരുന്ന് കളയുന്നതിലും നല്ലത് ഇപ്പോൾ എനിക്കത് ഓൾട്ടർ ചെയ്ത് കൊടുക്കാൻ എനിക്കറിയുകയും ചെയ്യാം, മെഷീനും ഉണ്ട്. എന്നാൽ പിന്നെ അതിപ്പോൾ നമുക്ക് ഓൾട്ടർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവനത് ഇപ്പോൾ ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് അവൻ ഇടാതെ വെച്ചേക്കുന്ന കുറച്ച് നല്ല ഡ്രസ്സുകളാണ് ഇതൊക്കെ കേട്ടോ. 1-2 തവണ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം വലുതായതുകൊണ്ട് ഞാനെടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് ഓൾട്ടർ ചെയ്ത് കൊടുക്കുവാണ്, അവനത് വീണ്ടും ഇടാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ ഓർത്തപ്പോഴാട്ടോ മമ്മിയുടെ ആ ഒരു ഡയലോഗ് ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, പിന്നെ ഉള്ള സമയത്തിനുള്ളിൽ കുഞ്ഞിൻ്റെ ഡ്രസ്സ് ചെയ്യാമെന്നുള്ളത്. അപ്പം എന്നെ പോലെ നിങ്ങളും ചിന്തിക്കുന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം വീണ്ടും കാണാം. ടാറ്റാ.